ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിൽ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. ഒരു നാട്ടിൻ പ്രദേശം, അവിടെ നമ്മുടെ ഭൂമികയുടെ അതായത് ഭൂമിജയുടെ ഫസ്റ്റ് സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഭൂമിജയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഭൂമിജയുടെ അമ്മയുടെ പേരാണ്, ഭൂമി എന്ന് പറയാം, ഭൂമിയുടെ അമ്മയുടെ പേരാണ് അംബിക. അംബിക പണ്ടൊരു നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു കലയൊക്കെ വശമുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാണിക്കണത് നമ്മുടെ അമ്പലത്തിലേക്ക് കൊണ്ട് വേണ്ടിയിട്ടുള്ള പായസവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി സഹായത്തിന് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയും കൂടി ഉണ്ട്. അപ്പൊ ലക്ഷ്മി ദേ പായസത്തിൽ കറക്റ്റ് ആയിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ അത് മുന്തിരിയൊക്കെ കറക്റ്റ് ആയിരിക്കണം. ദേ അവള് വെച്ചിപ്പോ എണ്ണി വരെ നോക്കും. അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് മാത്രമേ അമ്പലത്തിൽ കൊടുക്കാനുള്ളത് കൂടിയിട്ടാണേ എന്ന് പറയാണ്. എനിക്കറിയാം ചേച്ചി, എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അച്ചുവേട്ടനും അതുപോലെ തന്നെ ഭൂമിയും ഇതുവരെ വന്നില്ലേ? അവര് വരാൻ സമയമാവുന്നേലേ ഉള്ളൂ. രണ്ടുപേരും അംബാസഡറിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. അതിനുശേഷം നടക്കോട് നടപ്പായിരിക്കും. അച്ഛനാണെങ്കിൽ അവളുടെ പിന്നാലെ ഒരു ചായക്കട പോലെ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ പോകും. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുക നമ്മുടെ ഭൂമിനെയും അച്ഛനെയാണ്. ഭൂമി നടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ നടക്കണതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നടന്നൊരു റൗണ്ട് നടന്നു വരുമ്പോഴേക്കും ഭൂമി ഇങ്ങനെ ആകെ ക്ഷീണിച്ചിരിക്കുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, മോളെ ഇന്നാ ഈ ജ്യൂസ് കുടിക്കുക. ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഞാൻ നടക്കാൻ പോകുമ്പോ എപ്പോഴും പുറകെ വന്നിട്ട് ജ്യൂസ് കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന് പറയും. അച്ഛ ജ്യൂസ് കഴിക്കാനും ഭക്ഷണം കുടിക്കാനാണെങ്കിൽ ഞാൻ എന്തിനാച്ച ഇങ്ങനെ രാവിലെ നടക്കുന്നത്? ഇത്ര കഷ്ടപ്പെട്ട് നടക്കേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ. മോളെ നീ ക്ഷീണിച്ചു മോളെ, അതൊന്നും കുഴപ്പമില്ല, 2 റൗണ്ട് കൊണ്ട് എനിക്ക് ഓടിയിട്ട് ഞാൻ പെട്ടെന്ന് വരാം എന്ന് ഭൂമി പറയണം. അങ്ങനെ 2 റൗണ്ടും കൂടി ഭൂമി ഓടുന്നുണ്ട്. ശേഷം നമ്മുടെ ഓട്ടം കഴിയുമ്പോഴേക്ക് അച്ഛൻ പറയണ്ട, ഇനി മതി, ഇനി ജ്യൂസ് കുടിക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിക്കും മോളെ. അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കണം നമ്മുടെ ഭൂമി. ഇനി എങ്ങോട്ടേക്ക്? ഡാൻസ് ക്ലാസ്സിലേക്ക്. ഇനിയിപ്പൊ ഇന്ന് ഡാൻസ് കളിക്കാൻ പോണോ മോളെ? പോണം. ഡാൻസ് കളിച്ചാലേ എനിക്ക് ശരീര വടിവ് ഉണ്ടാവുള്ളൂ. ശരീര വടിവ് ഉണ്ടായാലേ എന്നെ 4 ചെക്കന്മാര് ഒന്ന് ക്രഷ് അടിക്കുള്ളൂ. അത് വേണ്ടേ? പിന്നെ നല്ല ശരീര വടിവുള്ള പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലേ സ്ത്രീധനം ആരും ചോദിക്കൂല. അതിന് ആരും നിനക്ക് സ്ത്രീധനം എന്താ കൊടുക്കാൻ പോകുന്നു? അല്ല, സ്ത്രീധനം ഒരു ധനമല്ലേ മോളെ? അപ്പൊ സ്ത്രീധനില്ലാതെ എന്നെ കെട്ടിക്കാനുള്ള പുറപ്പാടാണ് അച്ഛനല്ലേ? നീ വണ്ടി കയറ്. വണ്ടി പിടിച്ച് വലിക്കുമ്പോഴേക്കും സാധനം കയ്യിൽ നിൽക്കാട്ടോ. അച്ഛാ, ഇതൊരു സംഭവങ്ങളൊക്കെ പോയല്ലോ. അച്ഛാ, പുക ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ അച്ഛാ? മോളെ അതൊക്കെ മിന്നാൻ നടത്തിയിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കയറുക വണ്ടിയില്. ശരി എന്ന് പറയാണ്. അങ്ങനെ ഭൂമിയും അതുപോലെ തന്നെ അച്ഛനും കൂടി വണ്ടിയിൽ കുറച്ചു ദൂരെ യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടി നിന്നു പോവാട്ടോ. അച്ഛാ, എന്തൊരു കഷ്ടമായത്. നാളെ മുതൽ ഈ വണ്ടി എടുത്തോണ്ട് വരണ്ട കേട്ടോ, ഞാൻ നടന്നു പോയിക്കോളാം. മോളെ ഞാൻ വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചിലങ്ക എടുത്തിട്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ അംബികേനെയാണ്. അംബിക നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചിയെടുത്ത് പറയണ്ട്, പാവം എന്റെ മോള് ഇപ്പൊ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുക. ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മിസ്സുമാരൊക്കെ അവളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ എന്റെ മോൾക്കറിയാം പഠിപ്പിക്കാനുള്ള ഒരു ഗതിയും ഈ അച്ഛനും അമ്മക്കില്ലെന്ന്. അതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ചായക്കട നോക്കി നടത്തും അവള്. ഇന്നിപ്പോ ഒരു ഓർഡർ വന്നത് കൊടുക്കാനുള്ള ധൃതിയില്ല. പാവം എന്റെ മോള് എത്രമാത്രം ഈ ചെറുപ്പത്തിൽ കഷ്ടപ്പെടുന്നത്. അച്ചുവേട്ടന് ഒരു ആക്സിഡന്റ് വന്നേ പിന്നെ അച്ചുവേട്ടൻ്റെ അടുത്ത് വളയം പിടിക്കണ്ട, ഞാൻ കുടുംബം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ചായക്കട തുടങ്ങിയതാ. ചായക്കട നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അല്ലലില്ലാതെ ജീവിക്കുന്നു എന്നൊക്കെ ലക്ഷ്മി അടുത്ത് ഒരേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അംബിക. അപ്പൊ അംബിക അടുത്ത് ലക്ഷ്മി പറയണ്ടേ, എന്തൊക്കെ പറഞ്ഞാലും അംബിക ചേച്ചിയുടെ അച്ചുവേട്ടന്റെ മഹാഭാഗ്യമാണ് ഭൂമി എന്ന് പറഞ്ഞ ഒരു മോളെ കിട്ടിയത് എന്ന് പറയാണ്. അത് നീ പറഞ്ഞ ശരിയാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ മോള് എന്ന് അംബിക പറട്ടെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഭൂമി ഡാൻസ് ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അജയിന്റെ വീടാട്ടോ. അതെ, നമ്മുടെ നായകന്റെ വീട്, അജയ് മാധവൻ എന്ന പേര്. അപ്പൊ അജയിന്റെ വീട്ടിൽ മുത്തശ്ശിയാണെങ്കിൽ അമ്പലത്തിൽ ഒരു പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീട്ടിലെ കുടുംബത്തിൽ എല്ലാവരും പങ്കെടുക്കണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ പൂജക്കുള്ള അമ്പലത്തിലെ പൂജക്കുള്ള പ്രസാദവും അതുപോലെ തന്നെ പായസവും ഉണ്ണിയപ്പവും ഒക്കെയാണ് നമ്മുടെ ഈ ഭൂമിയുടെ അമ്മ ഉണ്ടാക്കുന്നത്. ഭൂമിക്കാണ് ആ ഒരു ഓർഡർ കിട്ടിയത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ആണെങ്കിൽ വരുന്നുണ്ട്. മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ പേര് സൗഭാഗ്യ എന്നാണ് കേട്ടോ. അപ്പൊ സൗഭാഗ്യദാസ് എന്ന മുത്തശ്ശിയുടെ പേര്, മുത്തശ്ശിയുടെ മകളുടെ പേര് സംഗീതദാസ്. അങ്ങനെ 3 മക്കളുണ്ട്. സംഗീതദാസ്, പിന്നെ സാഗർദാസ്, പിന്നെ ഒരു മോളും കൂടി ഉണ്ട്. അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഈ സംഗീതദാസിന്റെ അടുത്ത് സംഗീത എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി നടന്നു വരുവാണ്. ഭർത്താവിനോട് പറയണ്ട, മാധവനോട് പറയണ്ട. അതായത് സംഗീതയുടെ മകനാണ്, സംഗീതയുടെ മാധവന്റെ മകനാണ് ഈ അജയ് കേട്ടോ. അപ്പൊ സംഗീത പറയണ്ടേ, മാധവേട്ടാ പെട്ടെന്ന് എഴുന്നേക്ക്, അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാവിലെ അമ്പലത്തിൽ പോകണം. എനിക്ക് കുറച്ച് പണിയുണ്ടടി. എന്ത് പണി? അമ്മ വരുമ്പോ ഇതുപോലെ അങ്ങനെ പറഞ്ഞാലേ അമ്മക്ക് ദേഷ്യം വരും കേട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കണ്ട്, എന്താടാ നീ ഇന്ന് അമ്പലത്തിൽ വരുന്നില്ലേ? ഇല്ലമ്മേ, കുറച്ച് പണിത്തിരക്കുണ്ട്. എന്റെ മകൾ സംഗീതനെ വിവാഹം കഴിച്ചപ്പോ നിനക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 ബിസിനസ് നിന്നെ ഏൽപ്പിച്ചു. ഇപ്പോ നിനക്ക് ഇവളുടെ കാര്യവും കുടുംബത്തിന്റെ കാര്യം നോക്കാൻ പോലും സമയമില്ലല്ലേ എന്നൊക്കെ മുത്തശ്ശിനെ പറയുമ്പോ
മാധവൻ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുവാട്ടോ. സംഗീത മാധവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മാധവൻ പുച്ഛഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല അവളെവിടെ ആ ഭവാനി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഏടത്തി വിളിക്കവളെ എന്ന് പറയാണ്. സാഗർദാസിന്റെ ഭാര്യയാണ് ഈ ഭവാനി. ഭവാനിയുടെ റൂമിലേക്ക് ഇങ്ങനെ കൊട്ടുവാണ് സംഗീത. ഭവാനി വാതിൽ തുറക്കുന്നുണ്ട്. എന്താ അത് അമ്മ വിളിക്കുന്നുണ്ട്. എന്താമേ? അല്ല ഞാൻ കുറെ നേരം ഭവാനി ഭവാനി എന്ന് വിളിക്കണത്. നീ ഇത് എവിടെയായിരുന്നു? അല്ല അമ്മ എന്തിനെ വിളിച്ചത്? രാവിലെ അമ്പലത്തിൽ പോണോന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ വരുന്നില്ലെന്നും അമ്മയടുത്ത് പറഞ്ഞതാണല്ലോ. ആണോ? എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. നീ വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. മര്യാദക്ക് വരാൻ നോക്ക്. ഇല്ലമ്മേ, ഞാൻ ഇതിന്റെ അമ്പലത്തിൽ വരുന്നത് എന്റെ എന്തെങ്കിലും കാര്യം ഈ ദേവി സാധിച്ചു തന്നിട്ടുണ്ടോ? എന്റെ ഭർത്താവ് മരിച്ചു. എന്റെ ഭർത്താവ് എങ്ങനെയാമേ മരിച്ചത്? എന്റെ മകൾക്ക് ഈ അവസ്ഥ എങ്ങനെ സംഭവിച്ചു? വേണ്ട, ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി അകത്ത് കയറി വീണ്ടും കഥ കടച്ചിരിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞിട്ട് ഇനി അജയ് എങ്ങാനും വരുമോ? അവൻ വന്നോളൂ അമ്മേ എന്ന് പറയാണ്. അങ്ങനെ സംഗീതയും അതുപോലെ തന്നെ നമ്മുടെ അമ്മയെ മാത്രമാണ് അമ്പലത്തിലേക്ക്, മുത്തശ്ശി മാത്രമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. അതേസമയം പിന്നീട് കാണിക്കണം നമ്മുടെ ഭൂമിനെയാണ്. ഭൂമി ഡാൻസ് ക്ലാസ് ഒക്കെ ആയിട്ട് ഓടി ഓടി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് പേർക്ക് ലിഫ്റ്റ് ഒക്കെ കാണിക്കണമെങ്കിലും ആരും വണ്ടി നിർത്തുന്നില്ല കേട്ടോ. ഷോ, ഒരു വണ്ടി പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അജയിന്റെ വണ്ടി അവിടേക്ക് വരുന്നത്. അജയിന്റെ വണ്ടി വരുമ്പോഴേക്കും നമ്മുടെ വേഗം തന്നെ ഭൂമി കൈ കാണിക്കുന്നുണ്ട്. അജയ് വണ്ടി നിർത്തുന്നുണ്ട്. അതെ, എനിക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോകണമായിരുന്നു, ഒരു ലിഫ്റ്റ് തരാവോ? ഈ അമ്പലം എവിടെയാന്ന് ഇങ്ങനെ ചോദിക്കാം. അമ്പലത്തിന്റെ പേര് വെച്ചിട്ട് ഈ അമ്പലം എവിടെയാന്ന് ചോദിക്കുമ്പോ അത് ഈ വഴിയാ, ഞാൻ പോകുന്ന വഴിയാ, എനിക്കൊരു ലിഫ്റ്റ് തരണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. ശരി, പുറകേൽ കയറിക്കോ എന്ന് പറയുമ്പോ ഭൂമി വേഗം മുൻപിൽ കയറാട്ടോ. നിങ്ങളുടെ പുറകേൽ കയറാനല്ലേ പറഞ്ഞത്? മുമ്പിൽ കയറിന്നാലേ കറക്റ്റ് ആയിട്ട് വഴി പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഭൂമി അജയന്റെ കൂടെ വണ്ടിയിൽ കയറാണ്. അജയനോട് ചോദിക്കണ്ടല്ല, സാർ ഇത് എങ്ങോട്ടേക്കാ എന്ന് ചോദിക്കാണ്. നരകത്തിലേക്ക്. അയ്യോ, നരകത്തിലേക്കോ? നരകത്തിലേക്കാണെങ്കിൽ ഞാൻ കൂടെ വരുന്നില്ല കേട്ടോ. നരകത്തിലേ പോവാണെങ്കിൽ കുറെ പാപങ്ങൾ ചെയ്യണം. സാറ് കുറെ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ നരകത്തിലേക്ക് പോവാം. ഞാൻ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാ എന്തെങ്കിലും പാപം ചെയ്താൽ മതി, നരകത്തിലേക്ക് പോവാം. എന്നാ ഞാൻ തന്നെ പീഡിപ്പിക്കാം, അപ്പൊ പാപം ചെയ്യുമല്ലോ. അയ്യോ, അതൊന്നും വേണ്ട എന്ന് നമ്മുടെ ഭൂമി പറയാണ്. കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ഭൂമി വണ്ടി നിർത്തുന്ന് പറയണേ. ഈ റോഡ് ക്ലോസ് ആണല്ലോ. ഈ റോഡ് ക്ലോസ് ആണ്, പക്ഷെ എനിക്ക് എവിടെയാ ഇറങ്ങേണ്ടത്? സാറിന് ഇറങ്ങേണ്ടത് എവിടെയാണെന്നറിയാവോ? ഞാൻ ആദ്യം കയറിയില്ലേ, അപ്പൊ ഞങ്ങൾ ലെഫ്റ്റിലേക്കല്ലേ പോയത്, റൈറ്റിലേക്ക് പോയാൽ മതി. അയ്യോ എന്ന് പറയുമ്പോ അതെ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോവാട്ടോ. അതിനുശേഷം നമ്മുടെ ഭൂമി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മ പാൽപ്പായസവും അതുപോലെ തന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ മോളെ, സമയം കളയല്ലേ, നീ വേഗം ഇത് അമ്പലത്തിൽ കൊണ്ടേ കൊടുക്കുക എന്ന് പറയണം. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി അതൊക്കെ കെട്ടിയെടുത്തിട്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ സംഗീത അമ്പലത്തിൽ ഇങ്ങനെ അജയനെയും കാത്തു നിൽക്കാണ്. എടി, അവൻ പറഞ്ഞ സമയത്ത് വരുമോ? അവൻ ഇപ്പൊ തന്നെ വരുമമ്മേ എന്ന് പറയാണ്. അങ്ങനെ അജയ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ തേങ്ങ ട്രാൻസ്ഫർ കിട്ടാതിരിക്കാൻ വേണ്ടി തേങ്ങ ഉടക്കണ ഒരു വഴിപാട് എന്തോ ചെയ്തിട്ടുണ്ട് അമ്മ കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഓരോരോ തേങ്ങ ഉടച്ചോണ്ടിരിക്കുകയാണ് ഈ അജയ്. ആ സമയത്താണ് നമ്മുടെ ഭൂമി പായസവും ഉണ്ണിയപ്പൊക്കെ ആയിട്ട് അവിടേക്ക് വരുന്നത്. ഭൂമി ഇങ്ങനെ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പൊ തന്നെ ഭൂമിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. മഹാലക്ഷ്മി പോലത്തെ ഒരു മോള്. എന്താ മോളെ? അല്ല പാൽപ്പായസം ഉണ്ണിയപ്പോ മോളാണ് കൊണ്ടുവരുന്നത് അല്ലെ, ഇവിടെ വെച്ചോ എന്ന് പറയാണ്. അല്ല മോളുടെ പേരെന്താ? ഭൂമിജ. അപ്പൊ ഭൂമിയുടെ മകൾ, ഭൂമിയോളം ക്ഷമയുള്ളവൾ. ഭൂമിയോളം ക്ഷമയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെയാണോ? എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷെ അച്ഛനോടില്ല. അതെന്താ അച്ഛനോടില്ലാത്ത? അച്ഛനെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അച്ഛനാ, അതുകൊണ്ട് എന്നാ ഞാൻ പോട്ടെ, മുത്തശ്ശിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഭൂമി കാലൊക്കെ തൊട്ട് വഴങ്ങിയിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ഭൂമി പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി നമ്മുടെ സംഗീതത്തിൽ പറയുന്നുണ്ട്, നല്ല പെൺകൊച്ചല്ലേ, ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ സംഗീതം പറയുന്നുണ്ട്, അതേ അമ്മേ എവിടെയോ കണ്ട നല്ല മുഖച്ചായ എന്ന് പറയാട്ടോ. അങ്ങനെ നമ്മുടെ അജയ് ഇങ്ങനെ തേങ്ങ ഉടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇന്നൊരു തേങ്ങാപ്പൂള് വന്നിട്ട് നമ്മുടെ ഭൂമിയുടെ മുഖത്തേക്ക് തട്ടി വീഴാട്ടോ. അപ്പൊ ഭൂമി മര്യാദക്ക് തേങ്ങ ഉടക്കടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അജയ് തിരിഞ്ഞു നോക്കാണ്. ഭൂമി അജയനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭൂമിയും അജയും പരസ്പരം നീയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് പ്രൊമോ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ ബന്ധപ്പെട്ട പുതിയ സീരിയലായിട്ടുള്ള ഈ സീരിയൽ കാണാനായിട്ട് രാവിലെ തന്നെ അതുപോലെ ഇതിന്റെ പുതിയ അപ്ഡേറ്റും അതുപോലെ വിശേഷങ്ങളും പ്രൊമോസും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.